കേരളത്തിൽ നിന്ന് നമ്മള് മലയാളീസ് കേരളം വിട്ടിട്ട് എവിടെ ട്രിപ്പ് പോയാലും നമുക്ക് പ്രശ്നമാണ്. എന്താ വെച്ചാല് ആൾക്കാർ നമ്മളെ പെടുത്തുവോ അല്ലെങ്കിൽ ചാമ്പോ നമ്മൾ പെടുവോ, നമ്മളെ പൈസ ബഡ്ജറ്റിൽ നിൽക്കുവോ ഒതുങ്ങോ തീരോ ഉള്ള പേടി എല്ലാവർക്കും ഉണ്ടാവും. അത് എല്ലായിടത്തും പോകാനുള്ള അവസ്ഥയാണ്. ഞങ്ങൾ ജയ്സൽമേർ രാജസ്ഥാൻ ട്രിപ്പ് വന്ന സമയത്ത് ഭയങ്കര ബഡ്ജറ്റ് കുറച്ച് ഞങ്ങൾ വന്നത്. ആ സമയത്താണ് ഞങ്ങൾ ജയ്സൽമേർ കറങ്ങാൻ വന്നപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് കണ്ടപ്പോൾ ബോസിനെ സഞ്ജയ് ഭായ് ഫസ്റ്റ് കണ്ടപ്പോൾ ഞങ്ങളും വിചാരിച്ച് ഫ്രോഡായിരിക്കും, അലമ്പായിരിക്കും, പെടുത്താനുള്ള എന്തോ ഒരു സ്കീമായിട്ട് വരികയാണെന്ന്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയി. മൂപ്പര് ബാക്കിൽ വന്ന് അവസാനം ഒരു മലയാളിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചാൽ ഞങ്ങൾക്ക് കൺവിൻസ് ചെയ്ത് ഞങ്ങളെ. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്ന് മൂപ്പരൊപ്പം പോയി. അവിടെ ഹനുമാൻ ചോക്ക് എന്ന സ്ഥലത്ത് ഫ്രീ ആയിട്ടല്ല 10 റുപ്യക്ക് ഭക്ഷണം, അതും അത്യാവശ്യം നല്ല രാജസ്ഥാനി ഭക്ഷണം കിട്ടി. ഓക്കെയാണ്. മീൻസ് നമ്മൾ അധികം 5 സ്റ്റാർ ഹോട്ടലത്തെ ഭക്ഷണം ചോളൊന്നും കയറി ചെന്നിട്ട് കാര്യമില്ല. ഓക്കെയാണ്. നമ്മളെ പോലത്തെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന ആൾക്കാർക്ക് ഓക്കെയാണ്. അത് കഴിഞ്ഞ് മൂപ്പര് തന്നെ എല്ലാ സ്ഥലത്തേക്കും, അതായത് ഞങ്ങള് ഇപ്പം അതിലൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പൊ കാണിച്ചിരുന്ന സ്ഥലങ്ങളിലൂടെ ഫസ്റ്റ് ഇന്നലെ ഫുള്ള് പാസ് ചെയ്ത ഞങ്ങള്. അപ്പൊ ഇതെന്താ നല്ല അടിപൊളി ബിൽഡിങ്, നല്ല ക്രാഫ്റ്റിങ് കാര്യങ്ങളൊക്കെ, നല്ല ആർക്കിടെക്ചർ വർക്ക് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോയി. അതിലൊക്കെ ഓരോ ചരിത്രങ്ങളുണ്ട്. ഓരോ രാജാക്കന്മാരുടെ, ഓലെ അങ്കിൾസിന്റെ ഏട്ടന്മാർ, അനിയന്മാർ, ഓലെ ഫാമിലി, അതൊക്കെ കൃത്യമായിട്ട് ബോസ് ഞങ്ങൾക്ക് പറഞ്ഞു. അതും ഫ്രീ ആയിട്ട്. എല്ലാവരും വിചാരിക്കണം ഭയങ്കര പൈസയാണ്, ഗൈഡ് എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര പൈസ കൊടുക്കേണ്ടി വരും ഓൽക്ക്. അങ്ങനെ ഒന്നുമില്ല. ബോസ് ഞങ്ങളപ്പോ ഫുൾ രാവിലെ എനിക്ക് തോന്നുന്നത് ഒരു 10 മണി മുതൽ ഇതാ ഇപ്പൊ 2 മണിയായി. ഈ സമയം വരെ മൂപ്പര് ഞങ്ങളെ കൂടെ ഉണ്ട്. എല്ലാ സ്ഥലങ്ങളും കാണിച്ചെന്ന്, ഫോർട്ട്, കുറെ ഏരിയകള് നമ്മൾ ജസ്റ്റ് ഞാൻ പാസ് ചെയ്ത് പോകുമ്പോ നല്ല അടിപൊളിയാണ് കണ്ടു പോണതിന് ചരിത്രങ്ങള് വ്യക്തമായിട്ട് പറഞ്ഞു തന്നെ. ഇനി മൂപ്പർക്ക് അറിയാത്തതാണെന്നുണ്ടെങ്കിൽ മൂപ്പരെ ചെങ്ങായിമാരെ വിളിച്ച് കാണിച്ചു തന്ന് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ. അപ്പോ മലയാളീസ് വരികയാണെന്നുണ്ടെങ്കിൽ മൂപ്പരെടുത്ത് കാണുകയാണെങ്കിൽ മൂപ്പരെ കാണും. എന്തായാലും ഹനുമാൻ ചോക്ക് കഴിഞ്ഞാൽ മൂപ്പരെ കാണും. അവിടെ പോയാല് ഫ്രീ ആയിട്ട് ഭക്ഷണം, ഫ്രീ ആയിട്ട് താമസം, ഭക്ഷണത്തിന് 10 രൂപ എടുക്കണം, ഫ്രീ ആയിട്ട് താമസം കിട്ടും. അത് നല്ല അടിപൊളി. നമുക്ക് ചെക്കന്മാർക്ക് പറ്റും. ലേഡീസിനും ഉണ്ട്, ഗേൾസിന് സെപ്പറേറ്റ് ഉണ്ട്, ബോയ്സിന് സെപ്പറേറ്റ് ഉണ്ട്, ലോക്കർ റൂം ഉണ്ട്, ഡോർമെട്രി ആണ്, റൂമല്ല ഡോർമെട്രി ആണ്. സ്റ്റേ കിട്ടും, നമുക്ക് ഉറങ്ങാൻ പറ്റും. രാത്രി നമുക്ക് അവിടെ കടന്നിറങ്ങിയിട്ട് പിന്നെ പോവാം. രാവിലെ സൈറ്റ് ഫുള്ള് കറങ്ങാം. പിന്നെ 7 ഉറുപ്പ്യക്ക് ഡെസേർട്ടിക്ക് ജീപ്പിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അതിനൊക്കെ എക്സ്ട്രാ പൈസ ആണ്. നമുക്ക് അവിടെ കൊണ്ടുപോകുന്നത് അതേപോലെ റിട്ടേൺ എടുക്കുന്നത് 70, 140 ഉറുപ്പ്യ അങ്ങനെ എന്തൊക്കെ വരുള്ളൂ. അതൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഡിസ്കൗണ്ടിൽ നല്ല സംസാരിച്ച് കഴിഞ്ഞാൽ സഞ്ജയ് ഭായിന്റെ ആളാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സഞ്ജയ് ഭായ് ഏർപ്പാടാക്കി തരും. ഇന്ന ആളെടുത്ത് പോയി കണ്ടു കഴിഞ്ഞാല് ഇത്ര റുപ്യ കുറഞ്ഞ് കിട്ടും, അല്ലെങ്കിൽ ഇത്രയും കിട്ടും എന്നുള്ളത് മൂപ്പര് പറഞ്ഞു തരും. ഏതാണ് ഡീറ്റെയിൽസ് കറക്റ്റ് പറഞ്ഞാൽ. ഇതിപ്പോ ഓരോ സീസണിൽ ഓരോ റേറ്റ് ആയിരിക്കും. അപ്പൊ ഓരോ സീസണിലുള്ള വില കുറവ് മൂപ്പര് പറഞ്ഞു തരും.